ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് ലഞ്ച് തയ്യാറാക്കാം എന്നുള്ളതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ നമുക്ക് ചോറ് വെക്കാം ഗൈസ്. ചോറിനുള്ള അരിയൊക്കെ അളന്നെടുത്തു. അരി നന്നായിട്ട് കഴുകിയെടുക്കാം. അരി അടുപ്പത്തേക്കിടാം. അരി അവിടെ കിടന്ന് വേകുമ്പോഴത്തേക്കും കറി വെക്കാനുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഇത്ര ഐറ്റംസ് വെച്ചാണ് ഇന്ന് നമ്മുടെ എളുപ്പത്തിലുള്ള പാചകം. വളരെ ഈസി ആയിട്ടുള്ളൊരു മോരുകറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി ചീനിച്ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ചു കടുക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉലുവ ചേർത്ത് കൊടുക്കാം. അഞ്ചറ്റത്ത് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് 5-6 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കായം കൂടെ ചേർത്ത് കൊടുത്ത് അടിപൊളിയായിരിക്കും. എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു, തീർന്നു പോയി ഗൈസ്. പിന്നെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്ത തൈര് ചേർത്ത് കൊടുത്തു. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി. ഈ സമയം തീ കുറച്ച് വെക്കാവുള്ളൂ. അങ്ങനെ നമ്മുടെ ഈസി മോരുകറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് കിഴങ്ങ് മെഴുക്കുവരട്ടി വെക്കാം. അതിനെ 2 കിഴങ്ങ്, ഒരു സവോള നന്നായി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തു. ചീനിച്ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചു. അല്പം കറിവേപ്പില ചേർത്ത് കൊടുത്തു. അരിഞ്ഞു വെച്ച് സവാള ചേർത്ത് കൊടുത്തു. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ഇതിലേക്ക് കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അടച്ച് വെച്ച് കഴിക്കാം. മെഴുക്കുവരട്ടി റെഡിയായി. നമുക്കൊരു 4 പപ്പടം പൊള്ളിച്ചെടുക്കാം. പപ്പടം വറുത്ത എണ്ണയിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. അതിലേക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. പപ്പടത്തിന് ഉപ്പുള്ളതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പപ്പടം ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അങ്ങനെ പപ്പട ചമ്മന്തിയോടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്കൊരു ഓംലേറ്റും കൂടെ ഉണ്ടാക്കാം. തവ അടുപ്പ് വെച്ച് ഓംലേറ്റിനുള്ളതെല്ലാം ഒഴിച്ച് കൊടുത്തു. അങ്ങനെ നമ്മുടെ ഓംലേറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. ചോറും കറികളൊക്കെ റെഡി ആയിരിക്കുകയാണ്. ഇനി ചോറ് വിളമ്പി അതിലേക്ക് മോരൊഴിച്ചു. കിഴങ്ങ് മെഴുക്കുവരട്ടി വെച്ച് കൊടുത്തു. പപ്പട ചമ്മന്തി വെച്ച് കൊടുത്തു. ഓംലേറ്റോടെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ച് റെഡി ആയിരിക്കുകയാണ്. ഈസി ലഞ്ച്. നിങ്ങൾ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.